നമസ്കാരം. ചാണക്യ വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഭാരതീയ ദർശനങ്ങളിൽ കുടുംബജീവിതത്തിന് വലിയ പ്രാധാന്യമാണ് നൽകിയിട്ടുള്ളത്. ഒരു കുടുംബത്തിന്റെ ഐശ്വര്യവും സമാധാനവും ആ വീട്ടിലെ സ്ത്രീയുടെ മാനസികാവസ്ഥയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആചാര്യ ചാണക്യന്റെ നീതിശാസ്ത്രത്തിൽ ദാമ്പത്യജീവിതത്തിലെ അസ്വാരസ്യങ്ങളെക്കുറിച്ചും തൃപ്തിയില്ലാത്ത ഒരു ഭാര്യയുടെ പെരുമാറ്റരീതികളെക്കുറിച്ചും കൃത്യമായ നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ദാമ്പത്യം എന്നത് രണ്ടു വ്യക്തികൾ തമ്മിലുള്ള കേവലമൊരു കരാറല്ല, മറിച്ച് രണ്ടാത്മാക്കളുടെ പവിത്രമായ ഒത്തുചേരലാണ്. മനസ്സുമടുത്ത ഒരു ഭാര്യയുടെ പെരുമാറ്റത്തിൽ വരുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് തിരുത്തുക എന്നത് ഒരു ഗൃഹനാഥന്റെ ധർമ്മമാണ്. നമുക്കാ 11 ലക്ഷണങ്ങളെ ചാണക്യൻ നൽകുന്ന ശ്ലോകങ്ങളുടെയും പുരാതന വിജ്ഞാനത്തിന്റെയും വെളിച്ചത്തിൽ വിശദമായി പരിശോധിക്കാം. 1. സംസാരത്തിലെ പരുഷത. ചാണക്യൻ വിശ്വസിച്ചിരുന്നത് മധുരമായ സംസാരമാണ് ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ സമ്പാദ്യമെന്നാണ്. അദ്ദേഹം ഇപ്രകാരം പറയുന്നു: പ്രിയവാക്യപ്രദാനേന സർവേ തുഷ്യന്തി ജന്തവഃ. മധുരമായ വാക്കുകൾ കൊണ്ട് എല്ലാ ജീവജാലങ്ങളെയും സന്തോഷിപ്പിക്കാൻ കഴിയും. ഭർത്താവിൽ തൃപ്തയല്ലാത്ത സ്ത്രീ മനഃപൂർവ്വം പരുഷമായ വാക്കുകൾ ഉപയോഗിക്കുന്നു. ഭർത്താവിന്റെ മനസ്സിനെ മുറിപ്പെടുത്തുന്ന രീതിയിലുള്ള സംസാരം അവളുടെ അതൃപ്തിയുടെ ആഴം വ്യക്തമാക്കുന്നു. ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ആഭരണം അവളുടെ മധുരമായ സംസാരമാണ്. എന്നാൽ ഭർത്താവിൽ അതൃപ്തയായ ഒരു സ്ത്രീ തന്റെ ഭർത്താവിനോട് സംസാരിക്കുമ്പോൾ പരുഷമായ വാക്കുകൾ ഉപയോഗിക്കാൻ തുടങ്ങും. ചെറിയ കാര്യങ്ങൾക്ക് പോലും പരിഹാസവും കുത്തുവാക്കുകളും അവളുടെ സംസാരത്തിൽ നിറഞ്ഞു നിൽക്കും. ഒരു സ്ത്രീയുടെ വാക്കുകൾ മൂർച്ചയുള്ളതാകുന്നത് അവൾ അനുഭവിക്കുന്ന ആഭ്യന്തര സംഘർഷത്തിന്റെ പ്രതിഫലനമാണ്. മൗനത്തേക്കാൾ അപകടകരമാണ് വാക്കുകളിലെ ഈ വിഷാംശം. 2. പുരുഷനോടുള്ള ആദരവ് കുറയുന്നത്. ഒരു പുരുഷൻ വീടിന്റെ നട്ടെല്ലും സ്ത്രീ അതിന്റെ ആത്മാവുമാണ്. പരസ്പര ബഹുമാനം നഷ്ടപ്പെടുമ്പോൾ ആ ബന്ധം തകരുന്നു. പഴയകാലം മുതൽക്കേ പതിഭക്തി എന്നത് ദാമ്പത്യത്തിന്റെ അടിസ്ഥാനമായി കരുതിയിരുന്നു. എന്നാൽ മനസ്സിൽ അതൃപ്തിയുണ്ടെങ്കിൽ ഭർത്താവിനെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അപമാനിക്കാനോ താഴ്ത്തിക്കെട്ടാനോ അവൾ മടിക്കില്ല. ഭർത്താവിന്റെ തീരുമാനങ്ങളെ മാനിക്കാതിരിക്കുകയും അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത് ഒരു പ്രധാന ലക്ഷണമാണ്. ഭർത്താച്ച ദൈവതം സ്ത്രീണാം, അതായത് ഭാര്യയ്ക്ക് ഭർത്താവ് ദൈവതുല്യനാണ്. എന്നാൽ അതൃപ്തി തോന്നുമ്പോൾ അവൾ അദ്ദേഹത്തെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് പരിഹസിക്കാനോ വില കുറച്ചു കാണിക്കാനോ തുടങ്ങും. മറ്റുള്ളവരുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളെ അവഗണിക്കുന്നത് ഇതിന്റെ ലക്ഷണമാണ്. ആദരവ് കുറയുമ്പോൾ ഭർത്താവിന്റെ വാക്കുകൾക്ക് വീട്ടിൽ വിലയില്ലാതാവുന്നു. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഭർത്താവിനെ മാറ്റി നിർത്തുന്നതും കുട്ടികളുടെ മുന്നിൽ വെച്ച് അദ്ദേഹത്തിന്റെ അധികാരത്തെ ചോദ്യം ചെയ്യുന്നതും ഇതിന്റെ ലക്ഷണമാണ്. ഭർത്താവിനെ കേവലമൊരു പണം സമ്പാദിക്കുന്ന യന്ത്രമായി മാത്രം കാണാൻ തുടങ്ങുന്നത് ഈ ബഹുമാനമില്ലായ്മയുടെ ആഴം കൂട്ടുന്നു. 3. വീട്ടിലെ കാര്യങ്ങളിൽ താൽപ്പര്യമില്ലായ്മ. ഒരു വീട് സ്വർഗമാകുന്നത് അവിടത്തെ സ്ത്രീയുടെ താൽപ്പര്യത്തിനനുസരിച്ചാണ്. ആചാര്യ ചാണക്യൻ പറയുന്നു: ഗൃഹിണീ ഗൃഹമുച്യതേ. അതൃപ്തയായ ഒരു ഭാര്യയ്ക്ക് വീടടുക്കിവെക്കുന്നതിലോ വിളക്ക് തെളിയിക്കുന്നതിലോ യാതൊരു താൽപ്പര്യവുമുണ്ടാകില്ല. വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെടുന്നത് അവൾ ഗൗനിക്കില്ല. ഗൃഹലക്ഷ്മി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ത്രീ മനസ്സുകൊണ്ടകലുമ്പോൾ വീട്ടിലെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പതുക്കെ പിൻവാങ്ങുന്നു. വീടടുക്കി പെറുക്കി വയ്ക്കുന്നതിലോ അടുക്കളയിലെ കാര്യങ്ങളിലോ അവൾക്ക് മുൻപുണ്ടായിരുന്ന ഉത്സാഹം കാണില്ല. വീടിന്റെ അന്തരീക്ഷം ആ വീട്ടിലെ സ്ത്രീയുടെ മനസ്സിനെ പ്രതിഫലിക്കുന്നു. വീടിനെ ഒരു കൂട് എന്ന് കാണുന്നതിനു പകരം വെറുമൊരു കെട്ടിടമായി അവൾ കാണാൻ തുടങ്ങും. പുതിയൊരു വസ്തു വാങ്ങാനോ വീട് മനോഹരമാക്കാനോ അവൾ താൽപ്പര്യം കാണിക്കില്ല. 4. ഭക്ഷണകാര്യങ്ങളിലെ അവഗണന. ഭാരതീയ സംസ്കാരമനുസരിച്ച് സ്നേഹത്തോടെ ഭക്ഷണം വിളമ്പുന്നത് ബന്ധങ്ങളെ ദൃഢമാക്കുന്നു. എന്നാൽ അതൃപ്തയായ ഭാര്യ ഭർത്താവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കാതെ ആഹാരം പാകം ചെയ്യുകയും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അദ്ദേഹത്തോടൊപ്പം ഇരിക്കാതിരിക്കുകയും ചെയ്യുന്നു. ഭക്ഷണമെന്നത് സ്നേഹത്തിന്റെ കൈമാറ്റമാണ്. പുരാതന വിജ്ഞാനപ്രകാരം സ്നേഹമില്ലാത്തവൾ വിളമ്പുന്ന ഭക്ഷണം വിഷതുല്യമാണ്. ഭർത്താവ് എപ്പോൾ വരുന്നു, എന്തു കഴിക്കുന്നു എന്നതിലൊന്നും അവൾ ശ്രദ്ധിക്കില്ല. ഭർത്താവിന് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ തയ്യാറാക്കുന്നതിൽ അവൾ വിമുഖത കാട്ടും. ഒരു പുരുഷന്റെ ഹൃദയത്തിലേക്കുള്ള വഴി വയറിലൂടെയാണെന്ന് പറയാറുണ്ട്. ഭർത്താവിന്റെ ആരോഗ്യത്തോടോ ഇഷ്ടത്തോടോ ഉള്ള താൽപ്പര്യമില്ലായ്മ ഗൗരവകരമാണ്. ഒരേ മേശയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുകയും ഭർത്താവ് കഴിച്ചോ എന്നന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്നത് മനസ്സുമടുത്തതിന്റെ വ്യക്തമായ അടയാളമാണ്. 5. ദേഷ്യം പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ തേടുന്നു.
ഭർത്താവിൽ തൃപ്തയല്ലാത്ത ഭാര്യ ചെറിയ പ്രശ്നങ്ങളെപ്പോലും വൻ വിവാദങ്ങളാക്കി മാറ്റാൻ ശ്രമിക്കും. കലഹാനിച്ച ഗേഹേഷു. വീട്ടിലെ കലഹം ഐശ്വര്യത്തെ നശിപ്പിക്കുന്നു. സമാധാനപരമായ സംഭാഷണങ്ങൾ പോലും തർക്കത്തിൽ അവസാനിക്കുന്നത് അവൾ മനസ്സുകൊണ്ടകന്നു എന്നതിന്റെ സൂചനയാണ്. സമാധാനപരമായ അന്തരീക്ഷം വീട്ടിൽ നിലനിൽക്കുന്നത് അവൾ ഇഷ്ടപ്പെടാത്തതുപോലെ തോന്നും. മുൻപ് ക്ഷമിച്ചിരുന്ന കാര്യങ്ങളിൽ പോലും ഇപ്പോൾ വലിയ കലഹങ്ങളുണ്ടാക്കുന്നു. 6. ഏകാന്തത ഇഷ്ടപ്പെടുന്നത്. ഭർത്താവിൽ തൃപ്തയല്ലാത്ത ഭാര്യ ഭർത്താവിനോടൊപ്പം ഇരിക്കാൻ ലഭിക്കുന്ന അവസരങ്ങൾ ഒഴിവാക്കും. മറ്റേതെങ്കിലും മുറിയിൽ തനിച്ചിരിക്കാനോ ഭർത്താവില്ലാത്തപ്പോൾ മാത്രം സന്തോഷവതിയായിരിക്കാനോ അവൾ ശ്രമിക്കുന്നു. അദ്ദേഹത്തിന്റെ സാന്നിധ്യം അവളിൽ ശ്വാസമുട്ടലുണ്ടാക്കും. കുടുംബത്തോടൊപ്പമോ ഭർത്താവിനോടൊപ്പമോ സമയം ചിലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ഒറ്റയ്ക്കിരിക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ മുഴുകിയിരിക്കാനോ അവൾ താൽപ്പര്യപ്പെടും. ആചാര്യന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. സത്സംഗഃ കസ്യ ല കിം കരോതി. അതായത്, നല്ല കൂട്ടുകെട്ട് ഒരാളിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നു. എന്നാൽ ഇവിടെ ഭർത്താവിനോടൊപ്പം ഇരിക്കാൻ ലഭിക്കുന്ന അവസരങ്ങൾ അവൾ ഒഴിവാക്കും. ശാരീരികമായി ഒരേ മുറിയിലാണെങ്കിലും മാനസികമായി അവൾ വളരെ അകലെയായിരിക്കും. ഭർത്താവ് വീട്ടിലില്ലാത്തപ്പോൾ അവൾ കൂടുതൽ സന്തോഷവതിയായി കാണപ്പെടുന്നത് ശ്രദ്ധിക്കുക. 7. താരതമ്യം ചെയ്യൽ. തന്റെ ഭർത്താവിനെ മറ്റു പുരുഷന്മാരുമായോ സുഹൃത്തുക്കളുടെ ഭർത്താക്കന്മാരുമായോ താരതമ്യം ചെയ്യുന്നത് ചാണക്യൻ വലിയൊരു ദോഷമായി കാണുന്നു. മറ്റുള്ളവരുടെ ജീവിത സൗകര്യങ്ങളെയും ഭർത്താക്കന്മാരെയും പുകഴ്ത്തി സംസാരിക്കുകയും സ്വന്തം ഭർത്താവിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നത് അതൃപ്തിയുടെ ആഴം വ്യക്തമാക്കുന്നു. മറ്റുള്ളവരുടെ ഭർത്താക്കന്മാരുടെ വിജയങ്ങളെ പുകഴ്ത്തുന്നത് സ്വന്തം ഭർത്താവിനെ താഴ്ത്തിക്കെട്ടാനാണ്. അവർക്കത് കിട്ടി, നമുക്കിതില്ല എന്ന തരത്തിലുള്ള സംസാരങ്ങൾ ഭർത്താവിന്റെ ആത്മവിശ്വാസത്തെ തകർക്കുന്നു. തന്റെ പങ്കാളി അപൂർണനാണെന്ന ബോധം അവളിൽ ഉറച്ചുകഴിഞ്ഞു എന്നതിന്റെ തെളിവാണിത്. തന്റെ ഭർത്താവിന്റെ കഴിവുകേടുകൾ എണ്ണിക്കൊണ്ടിരിക്കുകയും അയൽക്കാരന്റെയോ സുഹൃത്തിന്റെയോ ഭർത്താവിനെ പുകഴ്ത്തുകയും ചെയ്യുന്നത് ചാണക്യനീതിപ്രകാരം ഒരു വലിയ അപരാധമാണ്. ഇത് ഭർത്താവിനെ മാനസികമായി തളർത്താൻ ഉപയോഗിക്കുന്ന ആയുധമാണ്. 8. ശാരീരിക അകലം. ദാമ്പത്യബന്ധത്തിൽ ശാരീരികമായ അടുപ്പം മനസ്സുകളുടെ ഐക്യത്തെ സൂചിപ്പിക്കുന്നു. മനസ്സുകൊണ്ടകന്ന ഒരു സ്ത്രീ ശാരീരികമായ സാമീപ്യത്തെ ഒഴിവാക്കാൻ പല കാരണങ്ങൾ കണ്ടെത്തും. ഇത് ബന്ധത്തിൽ വലിയ വിള്ളലുകളുണ്ടാക്കുന്നു. ദാമ്പത്യത്തിൽ ഏറ്റവും പ്രധാനമൊന്നാണ് സ്പർശനവും സാമീപ്യവും. മനസ്സുമടുത്ത ഒരു സ്ത്രീ ശാരീരിക ബന്ധങ്ങളിൽ നിന്നൊഴിഞ്ഞുമാറാൻ പല കാരണങ്ങൾ, ശാരീരിക അസ്വസ്ഥതകൾ പോലെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് ബന്ധത്തിന്റെ അവസാനത്തെ ഇഴ കൂടി അറ്റുപോകുന്നതിന്റെ ലക്ഷണമാണ്. സ്നേഹപൂർണമായൊരു സ്പർശനം പോലും അവൾക്ക് അസ്വസ്ഥതയുണ്ടാക്കാം. ശാരീരിക ബന്ധങ്ങളെ ഒരു കടമ മാത്രമായി കാണുകയോ അല്ലെങ്കിൽ അത് പൂർണ്ണമായും ഒഴിവാക്കുകയോ ചെയ്യുന്നു. അടുത്തിരിക്കുമ്പോൾ കാണിക്കുന്ന അസ്വസ്ഥതയും ശരീരഭാഷയിലെ മാറ്റങ്ങളും അവൾ മനസ്സുകൊണ്ട് പടിയിറങ്ങി എന്നതിന്റെ സൂചനയാണ്. 9. രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നത്. വിശ്വാസമാണ് ദാമ്പത്യത്തിന്റെ അടിസ്ഥാനം. എന്നാൽ അതൃപ്തയായ ഭാര്യ തന്റെ ബന്ധങ്ങൾ, സാമ്പത്തിക ഇടപാടുകൾ, സൗഹൃദങ്ങൾ എന്നിവ ഭർത്താവിൽ നിന്ന് മറച്ചുവെക്കാൻ തുടങ്ങുന്നു. പങ്കുവയ്ക്കലുകൾ കുറയുന്നത് ബന്ധത്തിന്റെ തകർച്ചയെ സൂചിപ്പിക്കുന്നു. പഴയകാല ആചാര്യന്മാർ പറയുന്നത് ദമ്പതികൾക്കിടയിൽ രഹസ്യങ്ങളുണ്ടാകാൻ പാടില്ല എന്നാണ്. എന്നാൽ അതൃപ്തയായ ഭാര്യ തന്റെ കാര്യങ്ങൾ ഭർത്താവിൽ നിന്ന് മറച്ചുവെക്കാനും രഹസ്യമായി പല കാര്യങ്ങൾ ചെയ്യാനും തുടങ്ങുന്നു. വിശ്വാസ്യത അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നു. സാമ്പത്തിക കാര്യങ്ങൾ പങ്കുവെക്കാതിരിക്കുക, പുതിയ സൗഹൃദങ്ങളെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക തുടങ്ങിയവ ശ്രദ്ധിക്കണം. ഒളിച്ചുവെക്കലുകൾ വർദ്ധിക്കുമ്പോൾ സുതാര്യത നഷ്ടപ്പെടുന്നു. ഒരു പുസ്തകം പോലെ തുറന്നതാകേണ്ട ദാമ്പത്യം അടഞ്ഞ അധ്യായമായി മാറുന്നു. 10. ആഘോഷങ്ങളിൽ നിന്നുള്ള വിട്ടുനിൽക്കൽ. ഭർത്താവിൽ തൃപ്തയല്ലാത്ത ഭാര്യയ്ക്ക് ഭർത്താവിനൊപ്പം ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നത് അവൾക്ക് അഭിമാനക്ഷതമായി തോന്നും. മറ്റുള്ളവർക്ക് മുന്നിൽ ഒരു നല്ല ദമ്പതികളായി അഭിനയിക്കാൻ പോലും അവൾക്ക് കഴിയില്ല. കുടുംബാംഗങ്ങളുമായി ഇടപഴകുന്നത് അവൾ കുറയ്ക്കും. കുടുംബത്തിലെ വിശേഷ ദിവസങ്ങളിലോ ഉത്സവങ്ങളിലോ പങ്കെടുക്കാൻ അവൾക്ക് താൽപ്പര്യം കുറയും. ഭർത്താവിനോടൊപ്പം പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്നത് അവളൊരു ബാധ്യതയായി കാണുന്നു. 11. നിർദ്ദേശങ്ങളോടുള്ള വെറുപ്പ്. ആചാര്യ ചാണക്യൻ ഇപ്രകാരം പറയുന്നു: ഒരു സ്ത്രീയുടെ അനുസരണക്കേട് ആ കുടുംബത്തിന്റെ നാശത്തിനു വഴിതെളിക്കും. അവൾ തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കുകയും ഭർത്താവ് നൽകുന്ന ഉപദേശങ്ങളോ നിർദ്ദേശങ്ങളോ കേൾക്കുമ്പോൾ അവൾക്ക് അമിതമായ ദേഷ്യവും വരുന്നു. അവയെല്ലാം തന്റെ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമായി അവൾ വ്യാഖ്യാനിക്കും.
ഭർത്താവിന്റെ നിർദ്ദേശങ്ങളെ പുച്ഛിച്ചു തള്ളുക എന്നത് ഒരു സ്വഭാവമായി അവൾ മാറ്റുന്നു. ഏത് നല്ല ഉപദേശത്തെയും നെഗറ്റീവായി കാണുന്നു. എന്നെ പഠിപ്പിക്കാൻ വരേണ്ട എന്ന മനോഭാവം വളരുന്നു. സ്വന്തം ഇഷ്ടപ്രകാരം മാത്രം തീരുമാനങ്ങൾ എടുക്കുകയും ഭർത്താവിന്റെ അഭിപ്രായങ്ങളെ പുച്ഛത്തോടെ തള്ളിക്കളയുകയും ചെയ്യുന്നത് ഒരു സ്വഭാവമായി അവൾ മാറ്റുന്നു. ആചാര്യ ചാണക്യൻ പറയുന്നത്, ഒരു പുരുഷൻ തന്റെ ഭാര്യയുടെ ഈ ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞ് അവൾക്കെന്താണ് കുറവുള്ളതെന്ന് മനസ്സിലാക്കി പരിഹരിക്കാൻ ശ്രമിക്കണമെന്നാണ്. സ്നേഹവും കരുതലും നൽകി തകരാൻ പോകുന്ന ദാമ്പത്യത്തെ വീണ്ടെടുക്കേണ്ടത് രണ്ടുപേരുടെയും ഉത്തരവാദിത്തമാണ്. ഇത്തരം ലക്ഷണങ്ങൾ കാണുമ്പോൾ ഒരു ഭർത്താവ് ഉടൻ തന്നെ പ്രകോപിതനാകരുത്. പകരം തന്റെ ഭാഗത്ത് എന്തെങ്കിലും പിഴവുകളുണ്ടോ എന്ന് പരിശോധിക്കണം. സ്നേഹവും ആദരവും സംരക്ഷണവും നൽകുന്ന പുരുഷനിൽ നിന്ന് ഒരു സ്ത്രീയും അകന്നു പോകില്ല എന്നാണ് ചാണക്യദർശനം. ഈ അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചം വീശട്ടെ. ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും പങ്കുവയ്ക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഷെയർ ചെയ്യുക. ചാണക്യ വിഷൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.